കൊണ്ടുള്ള മിൽക്ക് ഹൽവ റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിന്ന് ഒരു മിൽക്ക് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാവുന്ന എന്നാൽ നല്ല രുചികരമായ ഒരു നല്ല ഹൽവ. നമുക്കിന്ന് മിൽക്ക് ഹൽവ ഉണ്ടാക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: നെയ്യ് എത്രയും കൂടുതലുണ്ടോ അത്രയും നല്ലതാണ്. നെയ്യ് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും വറക്കണം. അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിരുന്ന കിസ്മിസാണ്. ഒന്ന് പകുതിയായി വരുമ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് ഒരല്പം കിസ്മിസ് എടുത്ത് മാറ്റി വയ്ക്കണം. ഇതിന് നമുക്ക് കുറച്ച് കിസ്മിസ് എടുത്ത് മാറ്റി വയ്ക്കണം അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. കഴുകിയെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. വെള്ളമുണ്ട് കൂടുതലായിട്ട്. കുറച്ചെടുത്ത് വെച്ചാൽ ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ആവശ്യം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഹൽവയ്ക്ക് അല്പം മധുരം കൂടുതൽ വേണമല്ലോ. ഇനി നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ കുങ്കുമപ്പൂവാണ് പാലിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല കളറുണ്ടാവും. കുങ്കുമപ്പൂവാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. എങ്കിലും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂ ഇല്ലാത്തതുകൊണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കണം. പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ റവ ഇട്ട് കൊടുക്കാം. ഇനി കൈ വിടാതെ ഇത് ഇളക്കി കൊടുക്കണം. കുറുകി ഇത് പാല് വെക്കുന്നത് വരെ. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് മധുരം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. കൈ വിടാതെ ഇളക്കിയില്ലെങ്കിൽ കട്ട കെട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്.
ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു നല്ലൊരു വിഭവമാണ്. കുറുകി കട്ടയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് പിസ്തയൊക്കെ ചേർത്ത് കൊടുക്കാം. നട്ട്സ് എന്തിട്ട് കൊടുത്താലും ബദാം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതനുസരിച്ച് തന്നെ രുചി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് പാകമായിട്ടുണ്ട്. നമുക്കിത് നിർത്തി വയ്ക്കാം. ഇത് ആ ഒരു പാത്രത്തിലേക്ക് പകർത്തി ഒന്ന് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ എടുത്തു വെച്ചാൽ നമ്മുടെ റവ കൊണ്ടുള്ള മിൽക്ക് ഹൽവ റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.